ആ നാട്ടിലെ വലിയ സിനിമാ നടനാണ് നവീൻ. ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ഒരു വേസ്റ്റ് ലോറി നവീന്റെ കാറിന് മുന്നിൽ പെട്ടെന്ന് നിർത്തിയത് കാരണം കാറിന്റെ മുകളിലേക്ക് കുറെ വേസ്റ്റ് വീഴുന്നു. അതെല്ലാം എടുത്തു മാറ്റുന്നതിനിടയിൽ ഒരു പഴയകാലത്തെ കാസറ്റ് നവീന് കിട്ടുന്നു. അത് എടുത്ത് വീട്ടിൽ പോയി പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ വീഡിയോ ആയിരുന്നു. അവളെ കണ്ടതും നവീൻ ഇഷ്ടപ്പെട്ടു. അവൻ വേഗം കിരൺ എന്ന സുഹൃത്തിനെ വിളിച്ച് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. കുറേ സ്ഥലങ്ങളിൽ അവളെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അക്കാര്യം പറയാൻ ഒരു ഹോട്ടലിൽ നവീനെ കാണാൻ കിരൺ വരുന്നു. അവർ സംസാരിക്കുന്ന സമയം പുറത്ത് കാറിൽ കയറിപ്പോകുന്ന അവളെ നവീൻ കാണുന്നു. അവൻ വേഗം അവളുടെ അടുത്ത് പോയെങ്കിലും അവളുടെ കാർ പോയിരുന്നു. ഹോട്ടൽ റിസപ്ഷനിൽ അവളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളുടെ പേര് ദിവ്യ എന്നും അവിടെയുള്ള ഒരു ആശുപത്രിയിൽ കണ്ണിന്റെ ഡോക്ടറായി ജോലി ചെയ്യുകയാണെന്നും നവീൻ അറിയുന്നു. അവൻ കണ്ണിന് കാഴ്ചക്കുറവാണെന്ന് പറഞ്ഞ് അവളെ കാണാൻ പോകുന്നു. അവൾ അവനെ പരിശോധിക്കുന്ന സമയം സിനിമയൊക്കെ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് സിനിമ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്നും അതിൽ അഭിനയിക്കുന്നവരെപ്പോലും എനിക്കിഷ്ടമല്ല എന്നും അവൾ പറയുന്നു. അവളെ ഇംപ്രസ് ചെയ്യാൻ അവൻ കുറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. നവീൻ അവളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു. പേഴ്സണൽ നമ്പർ അങ്ങനെ കാണുന്നവർക്ക് കൊടുക്കാറില്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ടതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പോകുന്ന സമയം പിന്നെയും അവളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഒരു സാധനം എന്റെ കയ്യിലുണ്ട് എന്ന് നവീൻ അവളോട് പറയുന്നു. എന്ത് സാധനമാണ് എന്ന് ചോദിച്ചപ്പോൾ നവീൻ അവന്റെ നമ്പർ അവൾക്ക് എഴുതിക്കൊടുത്ത് അത് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിവ്യ ഫ്രണ്ടിനോട് നവീന്റെ കാര്യം പറയുന്നു. ആ സമയം തന്നെ നവീൻ അവളെ ഫോൺ ചെയ്യുന്നു. അവൾ ഫോൺ എടുത്തപ്പോൾ നവീൻ അവളോട് ഡിന്നറിന് പോകാം എന്ന് പറയുന്നു. എനിക്ക് സിനിമാക്കാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു.